ഒരു കുഞ്ഞ് ആകാശത്തു നിന്നും ഭൂമിയിലേക്ക് വീഴുന്നു. അവൻ വന്ന ലോകം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്റെ മാതാപിതാക്കൾക്കറിയാം അവനെ അവരോടൊപ്പം ഉണ്ടാകില്ലെന്ന്. അതുകൊണ്ട് മരണത്തിലേക്ക് നീങ്ങുന്ന സ്വന്തം ലോകത്തിൽ നിന്നും അവർ ആ കുഞ്ഞിനെ ഒരു ചെറിയ പേടകത്തിൽ കയറ്റി മറ്റൊരു ലോകത്തേക്ക് അയക്കുന്നു. ആ കുഞ്ഞെത്തുന്നത് ഭൂമിയിൽ. അവൻ മനുഷ്യരെ രക്ഷിക്കാനാണ് വന്നത്. അവന്റെ പേര് കാൽ എൽ. ഇത് വെറും സാങ്കല്പിക കഥാപാത്രത്തിന്റെ പേരാണോ, അതോ ഈ പേരിന്റെ പിന്നിൽ ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഒരു ബൈബിൾ രഹസ്യമുണ്ടോ? കാരണം ഈ കഥയിലെ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം അവന്റെ ശക്തിയല്ല, അവന്റെ പേരാണ്, എൽ എന്ന ചെറിയ വാക്ക്. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ അന്വേഷിക്കാൻ പോകുന്നതും അതാണ്. സൂപ്പർമാൻ ആരാണ്? അവനൊരു നായകനോ, ഒരു ദൈവിക സദൃശ വ്യക്തിയോ, ഒരു ദൂതനെ പോലെയുള്ള പ്രതീകമോ, അതോ മനുഷ്യർക്ക് അറിയാത്ത ബൈബിളിലെ ചില ആശയങ്ങൾ വിനോദലോകം വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമോ? ഇതിന്റെ ഉത്തരം കണ്ടെത്താൻ നമുക്ക് സൂപ്പർമാനിൽ നിന്ന് തുടങ്ങേണ്ടതില്ല, ആദിയിൽ നിന്ന് തന്നെ തുടങ്ങണം. ബൈബിളിൽ നാം പല പേരുകളും കാണുന്നു. ഗബ്രിയേൽ, മീഖയേൽ, ഇസ്രയേൽ, ദാനിയേൽ. ഈ പേരുകളിൽ ആവർത്തിച്ചു വരുന്ന ഒരു ശബ്ദമുണ്ട്, എൽ. പുരാതന സെമിറ്റിക് ഭാഷകളിൽ ദൈവത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു പദമായിരുന്നു ഇത്. ദാനിയേൽ എന്ന പേര് പോലും അതിന്റെ അർത്ഥത്തിൽ ദൈവവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് എൽ എന്നത് വെറും ഒരു പേരിന്റെ അവസാന ഭാഗമല്ല, അത് ദൈവത്തെ സൂചിപ്പിക്കുന്ന പുരാതന പദമാണ്. ഇതിന്റെ ഉപയോഗം മോശയുടെ കാലത്തേക്കാൾ വളരെ പഴക്കമുള്ള രേഖകളിലും കാണപ്പെടുന്നു. പുരാതന എബ്രയിലെ രേഖകളിലും പിന്നീട് ഉഗാരയത്തിലെ രേഖകളിലും ഉയർന്ന ദൈവത്തെ സൂചിപ്പിക്കുന്ന പേരായി ഇതുമായി ബന്ധപ്പെട്ട രൂപങ്ങൾ കാണാം. അപ്പോൾ സൂപ്പർമാന്റെ പേരും വീണ്ടും നോക്കൂ, കാൽ എൽ. അവന്റെ പിതാവ് ജോർ എൽ. അവൻ വരുന്ന കുടുംബം എല്ലിന്റെ ഭവനം. അതായത് കഥയുടെ ഉള്ളിൽ തന്നെ അവനൊരു ദൈവബന്ധിതമായ കുടുംബത്തിൽ നിന്നാണ് വരുന്നതെന്ന് സൂചിപ്പിക്കുന്ന ഒരു പേരുമുണ്ട്. ഇത് യാദൃച്ഛികമാണോ? ഈ കഥാപാത്രത്തെ സൃഷ്ടിച്ചവർ യഹൂദ പശ്ചാത്തലത്തിലുള്ളവരായിരുന്നു, ജെറി സീഗലും ജോ ഷസ്റ്ററും. അതുകൊണ്ട് ബൈബിളിലെ പേരുകളും ആശയങ്ങളും കഥയിൽ പ്രത്യക്ഷപ്പെടുന്നത് പൂർണ്ണമായി അവഗണിക്കാൻ കഴിയാത്ത കാര്യമാണ്. ഇനി മറ്റൊരു കാര്യം, സൂപ്പർമാൻ ഭൂമിയിൽ നിന്നുള്ളവനല്ല, അവൻ മറ്റൊരു ലോകത്തിൽ നിന്നാണ് വരുന്നത്. അവൻ ഭൂമിയിലെ മനുഷ്യരുടെ ഇടയിൽ നിൽക്കുന്നു, മനുഷ്യനെപ്പോലെ ജീവിക്കുന്നു, സ്വന്തം യഥാർത്ഥ വ്യക്തിത്വം മറയ്ക്കുന്നു. പക്ഷേ അവൻ മനുഷ്യനല്ല. ഇത് കേൾക്കുമ്പോൾ ബൈബിളിലെ മറ്റൊരു ആശയം ഓർമ്മ വരുന്നില്ലേ? ദൂതന്മാർ. ബൈബിൾ പറയുന്ന ദൂതന്മാർ ആത്മീയ ജീവികളാണെന്നാണ്. അവർ ദൈവത്തിന്റെ ദൂതന്മാരായി മനുഷ്യരുടെ ഇടയിൽ പ്രത്യക്ഷപ്പെടുന്നു. എബ്രായ എഴുതിയ ലേഖനം പറയുന്നു, അപരിചിതർക്ക് യാദിത്യം കാണിക്കാൻ മറക്കരുത്. അങ്ങനെ ചെയ്ത ചിലർ അറിയാതെ ദൂതന്മാരെ സ്വീകരിച്ചിട്ടുണ്ട്. അറിയാതെ ദൂതന്മാരെ സ്വീകരിച്ചു എന്നാണ് അവിടെ പറയുന്നത്. അതായത് മനുഷ്യരുടെ കണ്ണിൽ അവർ സാധാരണ മനുഷ്യരെ പോലെ തോന്നിയേക്കാം. അപ്പോൾ സൂപ്പർമാന്റെ ഭൂമിയിലെ ജീവിതം ഒരു മനുഷ്യന്റെ ജീവിതം മാത്രമാണോ, അതോ മനുഷ്യരോടൊപ്പം ജീവിക്കുന്ന ഒരു അതിമാനുഷിക ജീവിയുടെ പഴയൊരു മാതൃകയാണോ? സൂപ്പർമാന്റെ ലോകത്ത് ജനറൽ സോഡ് എന്ന ശക്തനായ വ്യക്തി കലാപം നടത്തുന്നു. അധികാരത്തിനെതിരായ കലാപം, അഹങ്കാരം, സ്വന്തം ശക്തിയെ ഉയർത്തിപ്പിടിക്കാനുള്ള ആഗ്രഹം. ഇത് ആരെയാണ് ഓർമ്മിപ്പിക്കുന്നത്? സാത്താനെ. ബൈബിളിലെ ചിത്രീകരണത്തിൽ സാത്താൻ ദൈവത്തിന്റെ അധികാരത്തിനെതിരെ ഉയർന്നവനായി അവതരിപ്പിക്കപ്പെടുന്നു. വെളിപ്പാട് പുസ്തകം സ്വർഗത്തിൽ നടക്കുന്ന യുദ്ധത്തെക്കുറിച്ച് പറയുന്നു. മീഖയേലും അവന്റെ ദൂതന്മാരും, അതിന്മേൽ മഹാസർപ്പവും അവന്റെ ദൂതന്മാരും. യുദ്ധം, കലാപം, വീഴ്ച. അതുകൊണ്ടാണ് വീണവർനാശി ഇത്ര പ്രധാനമാകുന്നത്. സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് വീഴുന്നവൻ, ദൈവത്തിന്റെ അധികാരത്തിനെതിരെ ഉയരുന്നവൻ, സ്വന്തം സിംഹാസനം ഉയർത്താൻ ആഗ്രഹിക്കുന്നവൻ. യെശയ്യാവിന്റെ പുസ്തകത്തിൽ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കൂ. ഞാൻ ആകാശത്തിലേക്ക് കയറും, ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ എന്റെ സിംഹാസനം ഉയർത്തും, അഹങ്കാരത്തിന്റെ പരമാവധി ഞാൻ ഉയരും. ബൈബിളിൽ മലകൾക്കൊരു പ്രത്യേക പ്രാധാന്യമുണ്ട്. സീനായ് മല, സിയോൻ മല, ദൈവത്തിന്റെ സന്നിധി, ദൈവത്തിന്റെ മഹത്വം, ദൈവം തന്റെ ജനത്തോട് സംസാരിക്കുന്ന സ്ഥലങ്ങൾ. പക്ഷേ മനുഷ്യ ചരിത്രത്തിൽ മറ്റൊരു വിചിത്രമായ കാര്യം സംഭവിച്ചു. പുരാതന ജനങ്ങൾ മലമുകളിൽ ദൈവങ്ങളെ ആരാധിക്കാൻ തുടങ്ങി. പുരാതന മൊസപ്പൊട്ടോമിയയിലെ പടവുകളുള്ള വലിയ ആരാധന കെട്ടിടങ്ങൾ, ബാബേൽ ഗോപുരം, പിന്നീട് ഗ്രീക്കുകാരുടെ ഒളിമ്പിക്സ് മല, എല്ലായിടത്തും ഒരു സാമ്യം: മുകളിലേക്ക് ഉയരുക, ദൈവത്തിന്റെ സ്ഥാനത്തെ അനുകരിക്കുക. ബൈബിൾ പറയുന്ന യഥാർത്ഥ അധികാരത്തെ മനുഷ്യരും വീണ ആത്മീയ ശക്തികളും അനുകരിക്കുകയും വളച്ചൊടിക്കുകയും ചെയ്തുവെന്നാണ് ഈ കഥയുടെ കേന്ദ്ര ചിന്ത. ഇനി വീണ്ടും സൂപ്പർമാനിലേക്ക് വരാം. അവനെ ഭൂമിയിലേക്ക് അയച്ചത് ആരാണ്? അവന്റെ പിതാവ്. എന്തിനാണ് അയച്ചത്? ഭൂമിയെ കീഴടക്കാനോ മനുഷ്യരെ അടിമകളാക്കാനോ അല്ല, രക്ഷിക്കാനാണ്. മരണത്തിലേക്ക് നീങ്ങുന്ന ഒരു ലോകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് മറ്റൊരു ലോകത്തിലേക്ക് അയക്കപ്പെട്ട കുഞ്ഞ് മറ്റൊരു കുടുംബത്തിൽ വളരുന്നു, പിന്നീട് മനുഷ്യരെ രക്ഷിക്കുന്നവനായി മാറുന്നു. ഇത് കേൾക്കുമ്പോൾ മറ്റൊരു ബൈബിൾ കഥാപാത്രം ഓർമ്മ വരുന്നില്ലേ? മോശ.
മോശയും കുഞ്ഞായിരുന്നപ്പോൾ മരണഭീഷണിയിൽ നിന്ന് രക്ഷപ്പെട്ടു, മറ്റൊരു കുടുംബത്തിൽ വളർന്നു. പിന്നീട് തന്റെ ജനത്തെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ഐക്യപ്പെട്ടു. സൂപ്രമാനും കുഞ്ഞായിരുന്നപ്പോൾ നശിച്ചുകൊണ്ടിരുന്ന ലോകത്തിൽ നിന്നും ഐക്യപ്പെട്ടു, മറ്റൊരു കുടുംബത്തിൽ വളർന്നു. പിന്നീട് മനുഷ്യരെ രക്ഷിക്കാൻ തന്റെ ശക്തി ഉപയോഗിച്ചു. രണ്ട് കഥകളും ഒരുപോലെയല്ലേ? പക്ഷെ കഥയുടെ കടനിൽ അതിശയകരമായ സാമ്യങ്ങൾ കാണാം. സൂപ്പർമാന്റെ നെഞ്ചിലെ അടയാളം എന്താണ്? പലരും അതിനെ സൂപ്പർമാൻ എന്ന പേരിന്റെ ആദ്യാക്ഷരമെന്നാണ് കരുതുന്നത്. പക്ഷെ പിന്നീട് രൂപപ്പെട്ട കഥാപാരമ്പര്യത്തിൽ അത് എല്ലിന്റെ കുടുംബത്തിന്റെ അടയാളവും പ്രത്യാശയുടെയും പ്രതീകമായി അവതരിക്കപ്പെട്ടു. വീണ്ടും അതേ ആശയം, ഒരു രക്ഷകൻ, ഒരു അടയാളം, ഒരു പ്രത്യാശ. പക്ഷെ ഇവിടെ ഒരു വലിയ മുന്നറിയിപ്പുണ്ട്. സൂപ്പർമാൻ യേശുക്രിസ്തു അല്ല. ഒരു മനുഷ്യനും ദൂതനും സാങ്കല്പിക കഥാപാത്രവും യേശുക്രിസ്തുവിന് തുല്യമല്ല. കാരണം ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു, മറ്റാരിലും രക്ഷയില്ല ക്രിസ്തുവിലല്ലാതെ. മനുഷ്യർക്ക് രക്ഷ നൽകാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി യേശുക്രിസ്തുവാണ്. ദൂതന്മാർ സൃഷ്ടിക്കപ്പെട്ടവരാണ്, മനുഷ്യർ സൃഷ്ടിക്കപ്പെട്ടവരാണ്. സൂപ്പർമാൻ സാങ്കല്പിക കഥാപാത്രമാണ്. പക്ഷെ യേശു സൃഷ്ടാവാണ്. അതുകൊണ്ടാണ് സൃഷ്ടിയെ ആരാധിക്കാതെ സൃഷ്ടാവിനെ ആരാധിക്കണമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നത്. മനുഷ്യർക്ക് എത്ര ശക്തി ഉണ്ടായാലും അവർക്കൊരു ദൗർബല്യമുണ്ട്. ഷിംസോന്റെ ദൗർബല്യം അവന്റെ മുടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഷിംസോന്റെ ശക്തിയുടെ ഉറവിടം അവൻ തന്നെ ആയിരുന്നില്ല, ദൈവമായിരുന്നു. അതുതന്നെയാണ് മനുഷ്യന്റെ യഥാർത്ഥ അവസ്ഥ. നമുക്ക് നമ്മെ തന്നെ രക്ഷിക്കാൻ കഴിയില്ല. പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും സാത്താന്റെ അധികാരത്തിൽ നിന്നും മനുഷ്യന് സ്വന്തം ശക്തി കൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല. സൂപ്പർമാന്റെ ശത്രുക്കളെ നോക്കൂ. ലെക്സ് ലൂഥർ. അവൻ മനുഷ്യന്റെ അഹങ്കാരത്തിൽ പ്രതീകമായി വായിക്കപ്പെടാം. എനിക്ക് ദൈവത്തെ ആവശ്യമില്ല, എന്റെ അറിവ് മതി, എന്റെ ശക്തി മതി, എനിക്ക് തന്നെ എല്ലാം നിയന്ത്രിക്കാം. ഇത് പുതിയ ആശയമല്ല. ബാബേൽ ഗോപുരം, ഫറവോൻ, ആദാമും ഹൗവയും, എല്ലായിടത്തും മനുഷ്യന്റെ അതിരുകടന്ന ആഗ്രഹം, നിങ്ങൾ ദൈവത്തെ പോലെ ആകും എന്ന പ്രലോഭനം. അവിടെ നിന്നാണ് മനുഷ്യന്റെ വീഴ്ച ആരംഭിക്കുന്നത്. ഈ കഥയുടെ മറ്റൊരു പ്രധാന ആശയം ഇതാണ്: സാത്താൻ സൃഷ്ടാവല്ല, അവൻ ദൈവത്തിന്റെ സൃഷ്ടിയെ വളച്ചൊടിക്കുകയാണ് ചെയ്യുന്നത് എന്നതാണ് ഈ ദർശനം. നല്ലതിന്റെ രൂപമെടുത്ത് അതിൽ വിഷം കലർത്തുക, സത്യത്തെ എടുത്ത് അതിൽ കള്ളം കലർത്തുക, രക്ഷകന്റെ ആശയമെടുത്ത് മറ്റൊരു രക്ഷകനെ സൃഷ്ടിക്കുക, ദൂതന്മാരുടെ ആശയമെടുത്ത് അവരെ ദേവന്മാരാക്കുക, ദൈവത്തിന്റെ രാജ്യത്വത്തിന്റെ ആശയമെടുത്ത് മനുഷ്യരും വീണ ആത്മീയ ശക്തികളും സ്വന്തം രാജ്യത്വങ്ങൾ സൃഷ്ടിക്കുക. അങ്ങനെയാണ് യഥാർത്ഥ കഥയുടെ സ്ഥാനത്ത് ആയിരക്കണക്കിന് കഥകൾ എത്തുന്നത്. പക്ഷേ യഥാർത്ഥ കഥ മാറുന്നില്ല. യഥാർത്ഥ കഥ എവിടാണ് ആരംഭിച്ചത്? അത് സൂപ്പർമാനിൽ ആരംഭിച്ചില്ല, അത് സിനിമകളിൽ ആരംഭിച്ചില്ല, അത് പുരാതന ഇതിഹാസങ്ങളിൽ പോലും ആരംഭിച്ചില്ല. അത് ഉൽപ്പത്തിയിൽ ആരംഭിച്ചു. വെളിച്ചവും ഇരുട്ടും, അനുസരണവും കലാപവും, ദൈവവും മനുഷ്യനും, സർപ്പവും സ്ത്രീയും. അവിടെ ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നു. ദൈവം സർപ്പത്തോട് പറഞ്ഞു, ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുതയുണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. ഈ വാക്കുകളിൽ തന്നെ വരാനിരിക്കുന്ന യുദ്ധത്തിന്റെ സൂചനയുണ്ടായിരുന്നു. അത് തലമുറകളിലൂടെ നീങ്ങി. ആദാം, ശേത്ത്, അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, ദാവീദ്, അവസാനം യേശുക്രിസ്തു. ഇതുകൊണ്ടാണ് ദാവീദിന്റെയും ഗോലിയാത്തിന്റെയും കഥ വേറൊരു വലിയ മനുഷ്യനെ ഒരു ചെറിയ ബാലൻ തോൽപ്പിച്ച കഥയായി മാത്രം കാണാൻ കഴിയാത്തത്. ഗോലിയാത്ത് തന്റെ ദേവന്മാരുടെ പേര് ദാവീദിനെ ശപിച്ചു. അതൊരു ആത്മീയ ഏറ്റുമുട്ടലായും വായിക്കാം. ദാവീദ് പിന്നെ വരുന്ന രാജാവിന്റെ പ്രതീകമായി മാറുന്നു. അവന്റെ വംശത്തിൽ നിന്നാണ് യഥാർത്ഥ രാജാവ് വരുന്നത്, രാജാക്കന്മാരുടെ രാജാവ്, യേശുക്രിസ്തു. അപ്പോൾ സൂപ്പർമാൻ യേശുവാണോ? അല്ല, അവനൊരു സാങ്കല്പിക കഥാപാത്രമാണ്. പക്ഷേ അവന്റെ കഥയിൽ വരുന്ന ചില രൂപങ്ങൾ: ആകാശത്തിൽ നിന്ന് വരുന്നവൻ, കുഞ്ഞായിരിക്കുമ്പോൾ രക്ഷിക്കപ്പെടുന്നവൻ, മറ്റൊരു കുടുംബത്തിൽ വളരുന്നവൻ, മനുഷ്യരുടെ ഇടയിൽ ജീവിക്കുന്ന അതിശക്തനായ രക്ഷകൻ, പിതാവിൽ നിന്നും ഐക്യപ്പെടുന്നവൻ, പ്രത്യാശയുടെ അടയാളം ധരിക്കുന്നവൻ, വീണ ഒരു ലോകത്തിന്റെ പശ്ചാത്തലം, അധികാരത്തിനെതിരെ കലാപം. ഇവിടെയെല്ലാം പരിശോധിക്കുമ്പോൾ ബൈബിളിലെ കഥകളുടെ നിഴലുകൾ ഇവിടെ കാണുന്നുണ്ടോ എന്ന ചോദ്യം തീർച്ചയായും ഉയരും. പക്ഷെ അതിലും വലിയ ചോദ്യം മറ്റൊന്നാണ്: നമ്മൾ സിനിമകളിലെ രക്ഷകരെ അന്വേഷിക്കുമ്പോൾ യഥാർത്ഥ രക്ഷകരെ മറന്നുപോകുന്നുണ്ടോ? ലോകം ആയിരക്കണക്കിന് കഥകൾ സൃഷ്ടിച്ചേക്കാം, ദൈവങ്ങളെ സൃഷ്ടിച്ചേക്കാം, നായകരെ സൃഷ്ടിച്ചേക്കാം, അമാനുഷിക ശക്തിയുള്ള രക്ഷകരെ സൃഷ്ടിച്ചേക്കാം. പക്ഷേ ബൈബിൾ പറയുന്ന കഥയുടെ കേന്ദ്രത്തിൽ ഒരേ ഒരു രക്ഷകനേ ഉള്ളൂ. അത് യേശുക്രിസ്തുവാണ്. അവനൊരു സാങ്കല്പിക കഥാപാത്രമല്ല, ഒരു പുരാണ നായകനുമല്ല, മനുഷ്യനെ സൃഷ്ടിച്ച മറ്റൊരു ദൈവവുമല്ല. അവനാണ് യഥാർത്ഥ കഥയുടെ കേന്ദ്രം. അതുകൊണ്ട് സൂപ്പർമാന്റെ കഥ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയെങ്കിൽ അതിനേക്കാൾ വലിയൊരു കഥ ഇനിയും ബാക്കിയുണ്ട്. കാരണം സൂപ്പർമാന്റെ കഥ ആരംഭിക്കുന്നതിന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് യഥാർത്ഥ രക്ഷകന്റെ കഥ എഴുതി തുടങ്ങിയിരുന്നു. അത് എവിടെയാണ് ആരംഭിച്ചത്? ഉൽപ്പത്തിയിൽ. അത് എവിടെയാണ് എത്തിയത്? ക്രൂശിൽ. അത് എവിടെയാണ് അവസാനിക്കുന്നത്? ഇനിയും അവസാനിച്ചിട്ടില്ല. കാരണം ഈ കഥയുടെ അടുത്ത അധ്യായം വരാനിരിക്കുകയാണ്, ദ സെക്കൻഡ് കമ്മിങ്. സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് കൂടുതൽ എത്തിക്കുക. സുരക്ഷിതരായിരിക്കുക, ബോധമുള്ളവരായിരിക്കുക. ദൈവം നിങ്ങളെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ.